അപ്പോൾ നമ്മളിന്ന് ഫുൾ ആടിനെ ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോകണം. അതിൻ്റെ മുകളിൽ ചെറിയൊരു വേസ്റ്റ് സംഭവങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് അറുത്തെടുക്കണം. എന്നിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാൻ. നല്ല മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാലയൊക്കെ തേച്ച് ഇപ്പം നമുക്ക് ഗ്രില്ല് ചെയ്താലോ. മസാല റെഡിയായിട്ട് ഇപ്പോൾ ആട് കൊണ്ടുപോവാം. അപ്പോൾ നമുക്കൊരു ആട്ടിൽ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്ക് മുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ അദ്ദേഹം ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഞാൻ ചാറിലേ വെച്ചുള്ളൂ. ഇതിനകത്തൊരു പീസ് ഇത് തിരിച്ചെടുത്തോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വേറെ തല്ലി പിടിക്കല്ലേ? രണ്ടുപേരും ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം ഫോളോ ആവട്ടെ. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്, ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. നന്നായിട്ടുണ്ട്. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാടയുണ്ടോ? കാട ഇറച്ചി കൊക്കുണ്ടോ? കൊക്കിറച്ചി. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும், நல்ல ടേസ്റ്റ്. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാലത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ, 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിയിട്ടാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു തിന്നോളാം അല്ലേ. ജോലി ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ ഉണ്ണുന്നത് ഒരു ജോലിയാ.